നമ്മൾ ഈ സൗരയൂഥത്തിനെ പറ്റിയും അതിലെ ഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ കുറെ ഗവേഷണവും പഠനവും ഒക്കെ നടത്തുന്നുണ്ട്. അതിനപ്പുറം ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കൂട്ടങ്ങളുണ്ട്. ഇത്തരത്തിൽ ചിലതൊക്കെ നമ്മൾ തന്നെ ഇടയ്ക്ക് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോ അത്തരത്തിലൊന്ന് ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. എന്താ കഥ അത്? ഇന്റർസ്റ്റെല്ലർ എന്ന് പറയും. അതായത് നക്ഷത്രാന്തര വസ്തു. നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നമുക്ക് പരിചിതമായ നക്ഷത്രം സൂര്യനാണ്. ഇപ്പോൾ സൂര്യനും സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള 9 ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രപഞ്ചം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ലോകം അത്രേ ഉള്ളൂ. എന്നാൽ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഇതിന് സമാനമായ പല നക്ഷത്ര സമൂഹങ്ങളും നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളതാണ്. അതിന് സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആകാശത്തോട് നോക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇനി ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ കാണാൻ പറ്റും. എന്നാൽ ഈ ടെലസ്കോപ്പ് കൊണ്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത ദൂരത്തിൽ പ്രകാശവർഷങ്ങൾക്കകലെയും നക്ഷത്ര സമൂഹങ്ങളുണ്ട്. ആ നക്ഷത്ര സമൂഹങ്ങളെ ചുറ്റിയും ഗ്രഹങ്ങളുണ്ടാകാം. ആ ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകാം. മനുഷ്യരോ മനുഷ്യന് തുല്യരായ ജീവജാലങ്ങളോ ഉണ്ടാകാം. ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കാനായിട്ട് നമ്മുടെ ലഭ്യമായ ശാസ്ത്രം വെച്ചൊന്നും പരിമിതികളുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ ചില അനുമാനങ്ങൾ വെച്ച് നമുക്ക് സാധ്യത തള്ളിക്കളയാനാകില്ല. സൂര്യന് ചുറ്റും ഭൂമി ഉണ്ടായി, ഭൂമിയിൽ ജീവനുണ്ടായി എങ്കിൽ സമാനമായ സാഹചര്യം എവിടെയും ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ ഒരു നക്ഷത്രാന്തര വസ്തു നമ്മുടെ സൗരയൂഥത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സംഗതി. അതായത് വേറെ ഏതോ ഒരു ലോകത്ത് നിന്ന് വരുന്ന ഒരു സാധനം. ഇൻ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് എന്നാണ് അതിനെ ശാസ്ത്രീയമായിട്ട് പറയുക. അത് കഴിഞ്ഞ 1-ാം തീയതി, ജൂലൈ 1-ാം തീയതിയാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടെത്തിയത്. കണ്ടെത്തി 24 മണിക്കൂറിനകം തന്നെ ആ കണ്ടെത്തിയ സാധനം ഒരു നക്ഷത്രാന്തര വസ്തു ആണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അതായത് വേറെ ഏതോ ലോകത്തുനിന്ന് വരുന്ന ഒരു സംഗതി. അതായത് സാധാരണ അങ്ങനെ വരുന്നതിനെ നമ്മൾ ഒരു കോമറ്റ്, ഒരു ധൂമകേതു അല്ലെങ്കിൽ അങ്ങനെയാണ് വിളിക്കുക, അല്ലെങ്കിൽ ഉൽക്ക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇപ്പം പഠനങ്ങൾ പറയുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഹാർവേഡ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ആസ്ട്രോഫിസിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഗവേഷകൻ, അയാളുടെ പേര് ആവി ലിയോബ്. പിന്നെ അയാൾ 2 പേരുമായിട്ട് വേറെയും കൂട്ടുകൂടിയിട്ടുണ്ട്. അത് ലണ്ടനിലുള്ള ഇൻ്റർസ്റ്റെല്ലർ സ്റ്റഡീസിലെ ആദം ഹിബർഡും ആദം ക്രൗളും. അപ്പോൾ ഈ 3 പേരും കൂടി തയ്യാറാക്കിയ ഇതിനെ സംബന്ധിച്ച് ഒരു ഗവേഷണം നടത്തി. ഈ വരുന്ന സാധനം എന്താണെന്ന് അവരൊരു പഠനം നടത്തി. അവരുടെ പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ മേ ബി, മേ നോട്ട് ബി എന്നുള്ളതാണ്. നടക്കാം, നടക്കാതിരിക്കാം, 50-50 ചാൻസ്. അപ്പം അത്തരത്തിൽ അവരുടെ ഒരു അനുമാനം, അവരുടെ ഒരു സ്ഥിരീകരണമല്ല, അവരുടെ ഒരു അനുമാനം ഇതൊരു അന്യഗ്രഹ വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവികളുടെ നിരീക്ഷണ പേടകമാകാം എന്നാണ് പറയുന്നത്. അതായത് ഒരു ധൂമകേതു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു അന്യഗ്രഹ പേടകമാണ്. അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ നിരീക്ഷണ വാഹനങ്ങൾ ഇവിടുന്ന് അയക്കുമല്ലോ. ഇപ്പോൾ ചൊവ്വയിലോട്ടും ചന്ദ്രനിലോട്ടും ഒക്കെ നമ്മൾ അയക്കുന്നല്ലോ, അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി. ഇതേപോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനായിട്ട്, നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ജീവനുണ്ടോ നമ്മളും കൗതുകത്തിന് അന്വേഷിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ചൊവ്വയിലോ വ്യാഴത്തിലോ ചന്ദ്രനിൽ പോലും ജീവൻ്റെ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അതേപോലെ മറ്റെവിടുന്നോ നമ്മളെക്കുറിച്ച് പഠിക്കാനായിട്ട് വരുന്ന ഒരു അന്യഗ്രഹ വാഹനം, അല്ലെങ്കിൽ ഒരു UFO, അല്ലെങ്കിൽ അവരുടെ ഒരു സാറ്റലൈറ്റ്, അങ്ങനെ കരുതാം, അങ്ങനെ ആയിരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ലക്ഷ്യമിട്ട് വരുന്നത് ഭൂമിയെയല്ല, സൂര്യനെയാണ്. സൂര്യനെ ലക്ഷ്യമിട്ട് പോവുകയാണ്. അതിൻ്റെ വേഗത സങ്കല്പിക്കാൻ പറ്റാത്ത വേഗതയിൽ വരുന്നതാണ്. അതായത് മണിക്കൂറിൽ 1,30,000 മൈൽ പെർ അവർ, കിലോമീറ്റർ അല്ല മൈലാണ്, 1,30,000 മൈൽ പെർ അവർ വേഗതയിലാണ് ആ സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കൺമുമ്പിൽ കണ്ണടച്ച് തുറക്കും മുമ്പ് ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു മോട്ടോർ ബൈക്ക്, അതിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഒരു 100-120 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ 200 കിലോമീറ്റർ വേഗതയിൽ പോകുന്നെന്ന് കരുതാം, അത്രയ്ക്ക് വേഗതയിൽ പോകുന്നു. പക്ഷേ 1,30,000 മൈൽ പെർ അവർ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗത നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. അതായത് നമ്മൾ മുമ്പ് ചില ഇതേപോലെ വരുന്ന ഉൽക്കകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ചില സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ട് നമ്മളൊരു റോക്കറ്റ് അയച്ച് ക്രാഷ് ലാൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള സാമ്പിളുകളൊക്കെ ശേഖരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ ഇത് നടക്കില്ല. കാരണം ഇതിൻ്റെ വേഗത 1,30,000 മൈൽ/അവർ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ലക്ഷ്യമാക്കി അയക്കുന്ന റോക്കറ്റ് ഇതിൻ്റെ വേഗതയ്ക്കൊപ്പം എത്താനൊക്കില്ല. നമ്മൾ കയ്യിലുള്ള ഏറ്റവും അത്യന്താധുനിക റോക്കറ്റിന് പരമാവധി വേഗത ഇതിൻ്റെ 1/3 പോലും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സാധനം വരുന്നു, പോകുന്നു. ഇനി ഇതിൻ്റെ വലിപ്പം, അതായത് 15 മൈൽ വ്യാസമാണ്. വ്യാസം എന്ന് വെച്ചാൽ ചുറ്റളവും. അതൊരു ഒരു ടേപ്പ് വെച്ച് മൊത്തം അളന്നെടുത്താൽ ഈ വസ്തുവിന് ഒരു 15 മൈൽ, അതായത് ഒരു ഉൽക്ക അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. അത് കുറച്ചുകൂടി ആണെങ്കിൽ നമ്മൾ ചിഹ്നഗ്രഹം എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഒരു ഉൽക്കയാണ് ഈ വരുന്നത് എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ളവർ പറയുന്നത്. പക്ഷേ ഈ ഗവേഷകർ പറയുന്നത് അത് ഒരു അന്യഗ്രഹ വസ്തുവാണ് എന്നുള്ളതാണ്. അവർക്ക് പറയാൻ ന്യായീകരണമുണ്ട്. അതായത് ഇതിൻ്റെ വേഗത, കാരണം ഈ ഇത്രയും വലിയൊരു വേഗതയിൽ വരുന്ന ഒരു ഉൽക്ക ഇങ്ങനെ വരില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും അതായത് 1,30,000 മൈൽ/അവറിൽ വരണമെങ്കിൽ അതൊരു ഉൽക്കയല്ല എന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ സൗരയുധത്തിലോട്ട് ഇത് വന്ന് പ്രവേശിക്കുന്ന ആംഗിള്, ഇതിനു മുമ്പും ഉൽക്കകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലല്ല വന്ന് ഇത് പ്രവേശിക്കുന്നത്. വേറെ ഒരു മാർഗത്തിലൂടെയാണ് വന്ന് പ്രവേശിക്കുന്നത്. അത് മാത്രമല്ല, ഇത് വരുന്ന സമയവും പ്രധാനമാണെന്ന് ഇവർ പറയുന്നു. അതായത് ഇത് ഈ വർഷം അവസാനത്തോടു കൂടിയാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലോട്ട് പ്രവേശിക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പെരിഹിലോൺ എന്ന് കേട്ടിട്ടുണ്ടോ? പെരിഹിലോൺ, അതായത് ഈ നമ്മുടെ ചൊവ്വ, വ്യാഴം, ശുക്രൻ, നമ്മുടെ ഭൂമിയെ പോലെ തന്നെ സൂര്യനെ വലം വയ്ക്കുന്ന മറ്റ് ഗ്രഹങ്ങളാണ്. ഈ മൂന്നും സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ഈ നവംബർ, ഡിസംബർ ആ സമയത്താണ്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് ഇവരെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റില്ല. കാര്യം അത്ര തീവ്രമായ വെളിച്ചം ഉള്ളതുകൊണ്ട് കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറയുന്ന ഈ അന്യഗ്രഹ വസ്തു, അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട് ഇവർ. അതായത് 31 ബാർ അറ്റ്ലസ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 31 ബാർ അറ്റ്ലസ് അല്ലെങ്കിൽ 31 അറ്റ്ലസ് ആ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ ഈ സമയത്താണ് വരുന്നത്. അതായത് ഈ ചൊവ്വയും വ്യാഴവും ശുക്രനും സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് വരുന്ന വഴിയിൽ ഭൂമിയെ നിരീക്ഷിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ ഇവരിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ സമയത്ത് അവർ ഈ സൂര്യനെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് പറയുന്നല്ലോ. ആ സമയത്ത് നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം അത്ര ഫലപ്രദമായി നടക്കില്ല. കാര്യം പ്രതികൂലമായ സാഹചര്യമാണ്. അപ്പോൾ അതുകൂടി കണക്കാക്കിയാണ് ഇവർ വരുന്നത് എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇതൊക്കെ നടപടിയുള്ള കാര്യമാണോ? ഇതിങ്ങനെ സംഗതി ഉണ്ടാവുമോ? ഈ അന്യഗ്രഹത്തിന് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഉണ്ട്, നടന്നിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി നമ്മുടെ കൊളംബിയയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഫുട്ബോൾ പന്ത് കണക്കിയ ഒരു സംഗതി, ഒരു ലോഹഗോളം ആകാശത്ത് ചുമ്മാ പറന്ന് നടന്നു. അതിപ്പം മനുഷ്യരുടെ മുമ്പിൽ ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് സംഭവം ഇതുവരെ മനസ്സിലാക്കി. കുറെ, അതായത് മനുഷ്യൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ചിഹ്നങ്ങൾ, ലിപികളൊക്കെ അതിലുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ ട്രാൻസ്മിറ്റർ പോലെ എന്തോ സംഗതികളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സംശയിക്കണം, ഇതേപോലൊരു സംഗതി, അതായത് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് നമ്മളെ നിരീക്ഷിക്കാനായിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ അയക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ് ഏതാണെന്ന് കൃത്യമായി നിർവചിക്കാൻ നിലവിലുള്ള ശാസ്ത്ര സംഗതികൾ വെച്ച് നമുക്ക് സാധിക്കില്ല. കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ.